ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എടുക്കാമോ ചേച്ചിന്ന്. ഞാൻ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എടുത്ത ആളാണ്. സോ എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എഞ്ചിനീയറിംഗ് എടുക്കാൻ നിൽക്കുന്ന ഉടനെ തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത്, എന്നിട്ട് കുറെ പേര് ജോലിയില്ലാതെ നിൽക്കുകയാണ്. സോ ഇനി നീ കൂടെ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഇവിടെ ജോലിയില്ലാതെ നിൽക്കാനല്ലേ എന്ന്. ഇങ്ങനെ ഒരു ചോദ്യം എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ചിലർ പറയുന്നത് ബിടെക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ പഠിക്കാൻ. അപ്പൊ ഞാൻ ഈ ബിടെക് ആദ്യം എടുക്കുന്ന സമയത്ത് എന്റെ ഒരു തോട്ട് ഇതായിരുന്നു, ബിടെക്കിന് കയറിയ ആപ്ലിക്കേഷൻ ലെവലല്ലേ ചോദിക്കുക, എന്നെ കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നായിരുന്നു എന്റെ ഒരു മൈൻഡ്. +2 ബയോസയൻസ് എടുത്ത ആളാണ്. പക്ഷെ ഞാനിപ്പോ എഞ്ചിനീയറിംഗിന് ചൂസ് ചെയ്ത വിഷയം കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തതെന്ന് ചോദിച്ചാൽ, എല്ലാവരും പറയും കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പെട്ടെന്ന് ജോലി കിട്ടും. ബാക്കിയുള്ള ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പൊ എ ഒക്കെ വളർന്നു വരുന്നു. സോ കമ്പ്യൂട്ടർ സയൻസിൽ നല്ലപോലെ ജോലി കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ ഇതിന്റെ സത്യാവസ്ഥകൾ എന്തൊക്കെ, ഇതെല്ലാം നമുക്ക് നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഓക്കെ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകണമെന്ന് തീരുമാനിച്ച് സയൻസ് എടുത്ത ആളൊന്നുമല്ല. എന്റെ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്സ് കോളേജിൽ പഠിക്കണമെന്നായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 4 വർഷം വെറുതെ പോകും, പെട്ടെന്ന് ജോലിയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത്. ഇനി എല്ലാവരും പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസിന് നല്ല ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ സയൻസിൽ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. പിന്നെ നമുക്ക് കുറെ അക്കാഡമിക്സ് നമ്മൾ കാണാപ്പാടം പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരും ജോലി തരില്ല. നമുക്ക് പുതിയതായിട്ട് വരുന്ന ടെക്നോളജീസ് അറിയാം, നമുക്ക് പ്രാക്ടിക്കലി കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ കോളേജിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അക്കാഡമിക്സ് ആയിരിക്കും, നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാം, ആ ടോപ്പിക്സ് ആയിരിക്കും. സിലബസ് ഒക്കെ നമുക്ക് പഴയ സിലബസ് ആണ് പഠിച്ചു തരുന്നത്. പക്ഷെ നമ്മുടെ ജോലിക്ക് കയറുമ്പോൾ ഇതൊന്നുമല്ല ഉണ്ടാവുന്ന. സോ ഞാൻ പഠിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ പ്ലേസ്മെന്റിന് അവർ കുറെ റൗണ്ട്സ് പറയും. അതായത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ കോഡിംഗ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂ, നോർമൽ ഇന്റർവ്യൂ. സോ ഇതൊക്കെ പാസ് ആയിട്ടാണ് ഒരാള് ജോലിക്ക് കയറുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലാണ് ഈ ടെക്നിക്കൽ ഇന്റർവ്യൂ ഉള്ളത്. സാധാ ഫീൽഡിനൊന്നും ഈ ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം ഇല്ല. പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. സോ ഇതൊക്കെ അറിയാതെയാണ് ഞാൻ എഞ്ചിനീയറിംഗിന് വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും അക്കാഡമിക്സിൽ തന്നെ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കരുത്. നമ്മൾ എഞ്ചിനീയറിംഗിന് വന്നു കഴിഞ്ഞോ നമുക്ക് ബോധം വേണം, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ആയിരിക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ചിലർക്ക് സൈബർ സെക്യൂരിറ്റി ആയിരിക്കാം. അപ്പൊ എഞ്ചിനീയറിംഗിന് വരുമ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ വരെ കാത്തിരിക്കാതെ ആദ്യം തന്നെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു തുടങ്ങാം. മീൻസ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ പെയ്ഡ് ആയിട്ട് തന്നെ എടുക്കണമെന്നില്ല. അതൊക്കെ കണ്ട് നിങ്ങൾ സ്കില്ല് പഠിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ടെക്നോളജി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ അതിനൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. പുതിയതായിട്ട് വരുന്ന എല്ലാം പഠിക്കണം. ഇപ്പം എഞ്ചിനീയറിംഗിന് ജോലിക്ക് കയറിയ ഒരുപാട് ചേച്ചിമാർ പറയുന്ന കാര്യമാണ്, നമ്മുടെ ഇവിടേക്ക് വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടു ലേൺ ആൻഡ് അൺലേൺ. അതായത് നമ്മൾ പഠിക്കുകയും വേണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ കാര്യമായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷനിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മെന്റാലിറ്റി നമുക്ക് വേണം. ഉറപ്പായിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് എത്താൻ ജോലി കിട്ടും. ഇനി അക്കാഡമിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിക്കാൻ അത്ര പാടൊന്നും അല്ല എഞ്ചിനീയറിംഗ്. അത്യാവശ്യം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എഞ്ചിനീയറിംഗ് പാസ്സാവാൻ പറ്റും. ഇനി നിങ്ങൾ തീരെ പഠിക്കാതെ ഉറപ്പി നടന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എഞ്ചിനീയറിംഗിന് ഫെയിൽ ആവുന്നത്. അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിഷയവും പാസ്സാവാൻ പറ്റും. ഈ ഒക്കെ വന്നു ജോലി പോവോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം നമ്മളിപ്പം എന്തെങ്കിലും ഒരു വന്നു എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കണം. ഒരിക്കലും നമ്മുടെ ജോലി കളയുന്ന ഒരു സംഭവം അല്ല. നമ്മുടെ വർക്ക്സ് ഈസി ആക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ യിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വന്നോടെ നമ്മുടെ ജോലിയൊന്നും പോകത്തില്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ജോലി ഈസി ആക്കുകയാണ് ചെയ്യുക. നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയാം, അത് മാത്രമാണ് നമുക്ക് ജോലി കിട്ടാൻ ആകെ വേണ്ടത്. എന്നാൽ നമുക്ക് നമ്മുടെ വർക്ക്സ് ഈസി ആക്കാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെ നല്ല കോഴ്സാണ് ഇതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതേപോലെ കമ്പ്യൂട്ടർ സയൻസും കൂടെ ചേർന്ന് വരുന്ന ഒരെണ്ണമാണ് ECS, ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അത് വളരെ നല്ല ഫീൽഡാണ്. നമുക്ക് അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ്വെയറും പഠിക്കാം, സോഫ്റ്റ്വെയറും പഠിക്കാം. സോ അത് നല്ലൊരു ബ്രാഞ്ചാണ് ECS എന്ന് പറയുന്നത്. അതുപോലെ AI ഉണ്ട്, ഒരുപാട് പുതിയ ഫീൽഡ്, ഒരുപാട് പുതിയ ബ്രാഞ്ചസ് ഉണ്ട്. അതിനൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. കുറച്ച് കൂട്ടുകാരുണ്ട്, അവര് ഒരുപാട് നന്നായിട്ട് അക്കാഡമിക്സിൽ മുന്നിട്ട് നിൽക്കുന്നവരൊന്നും അല്ല, വലിയ പഠിക്കുന്നവരോ ഒന്നും അല്ല, സപ്ലി ഉണ്ട്. പക്ഷെ അവർക്ക് കോഡിങ് നല്ല നോളജ് ആണ്. അതുകൊണ്ട് അവർക്ക് വല്ല കോഡിങ് കോമ്പറ്റീഷൻ വന്നാലൊക്കെ എളുപ്പം പാസ്സാവാൻ പറ്റും. നമ്മുടെ ഈ അക്കാഡമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അതായത് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അക്കാഡമിക്സ് നോക്കും. അതായത് ഇത്ര CGPA കൂടുതലുള്ളവർക്ക് മാത്രം ഇന്ന ഇന്റർവ്യൂവിനു കയറാം എന്ന ഒരു ക്രൈറ്റീരിയക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അക്കാഡമിക്സ് നോക്കുന്നത്. ഈ അക്കാഡമിക്സ് അതിന് മാത്രമേ എടുക്കൂ. ബാക്കി നമ്മളെല്ലാം നോക്കുന്ന സ്കില്ലാണ്. കോഡിംഗ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് അവിടെ നമ്മൾ സെലക്ട് ആവുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ പാടാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം.
പിന്നെ ചിലർ ഈ ഫിലിമിലൊക്കെ കണ്ടിട്ട് അതേപോലെ ആയിരിക്കും എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നിങ്ങൾ ദയവേത് എക്സ്പെക്ടേഷൻസ് വെച്ച് വരരുത്. ഞാൻ എങ്ങനെ വന്ന ഒരാളാണ്, പക്ഷെ ഈ സിനിമയിൽ കാണുന്ന ഒന്നും അല്ല എഞ്ചിനീയറിംഗ്. റിയൽ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാം, ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സെമ്മന്റ് ആകുമ്പോൾ നമ്മുടെ ലാബ് കാണും, ലാബ് എക്സാംസ് കാണും, ഇന്റേണൽ ലാബ് എക്സാം, എക്സ്റ്റേണൽ ലാബ് എക്സാം, പിന്നെ അതിന്റെ എക്സാംസ്, അതേപോലെ തന്നെ തിയറി എക്സാംസ്, വൈവ, റെക്കോർഡ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. അല്ലാതെ നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ പറ്റത്തില്ല. എൻജോയ് ചെയ്യാം. അതിനോട് തന്നെ അത്യാവശ്യം വർക്ക് ലോഡും പ്രഷറും ഒക്കെ ഇതിലുണ്ട്. സിനിമയിൽ കാണുന്ന ഒരു എക്സ്പെക്ടേഷൻസോടെയും നിങ്ങൾ വരണ്ട. അങ്ങനെയൊന്നുമല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കീമൊക്കെ എഴുതിയിട്ട് നല്ല കോളേജിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ഗവൺമെന്റ് കോളേജസിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഏത് കോളേജാണ് നല്ലതാണ്, പക്ഷെ നല്ല കോളേജസ് നോക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ്സ് കാണും. അപ്പൊ നിങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടും. ഇനി നിങ്ങൾ മാർക്ക് കുറഞ്ഞ് ചില പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കോളേജിൽ കയറുകയാണെങ്കിൽ അവിടെ പ്ലേസ്മെന്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ജോലി നോക്കേണ്ടി വരും. എന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണാണ്. അവിടെ അത്യാവശ്യം പ്ലേസ്മെന്റ് ഉണ്ട്, ഒരുപാടുണ്ടെന്നല്ല. ഒരു കമ്പനിയിൽ ഏതോ ഒരു കമ്പനി വന്നപ്പോൾ ഒരു 15 കുട്ടികൾ എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 15 ഇടയ്ക്ക് പോത്തോളൂ. അത്രയും തന്നെ കൂടുതലാണ്. ചിലത് 2, 3, 1 ആളുകളൊക്കെയാണ് പ്ലേസ്ഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലേസ്മെന്റ് ഉള്ള കോളേജ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അത്ര പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ജോലി വേണമെന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കുക. ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ, ഞാൻ നിങ്ങളെ പോലെ ഒന്നും അറിയാതെ വന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളാണിത്. സോ ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ആദ്യമേ ലാപ്ടോപ്പ് വേണോ? വേണ്ട. നിങ്ങൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് പ്രോജക്ട്സ് തുടങ്ങും. ഇപ്പൊ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ മതി. ആദ്യമേ ലാപ്ടോപ്പ് അതിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ വലിയ ടഫുള്ള സബ്ജക്റ്റേ അല്ല. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരുപാട് പേര് 9 above CGPA വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. പഠിക്കാൻ പറ്റത്തില്ലെന്ന് ഒരു ടെൻഷനും വെക്കേണ്ട. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നേ ഞാൻ പറയും. ഞാനിപ്പോ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവാറായി. സോ ഇതുവരെയുള്ള സെംസ് ഒന്നും എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അത്യാവശ്യം പഠിക്കും, കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. കോളേജിലെ ടീച്ചർമാരും എല്ലാം നല്ല കമ്പനിയാണ്, നല്ല സ്നേഹമാണ്, അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷെ കോളേജ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കൂളിൽ പോലെ അവർ പഠിപ്പിക്കത്തില്ല. സോ നമ്മളും കുറെ എഫേർട്ട് ഇട്ടിട്ട് നമ്മളും കുറെ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടി വരും. എഞ്ചിനീയറിംഗ് പ്ലേസ്മെന്റ് നോക്കി എടുക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ജോലി വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഫൈനൽ ഇയർ വരെ വെയിറ്റ് ചെയ്യരുത് ഓരോന്ന് പഠിക്കാൻ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഓരോന്ന് പഠിക്കുക, പുതിയ ടോപ്പിക്ക് പഠിക്കുക. വെബ് ഡെവലപ്മെന്റ് ആണെങ്കിൽ അത്, സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഒരു ഫീൽഡ് ചൂസ് ചെയ്തിട്ട് അതിൽ പഠിക്കുക. അത് പഠിച്ചിട്ട് ഓരോ പ്രൊജക്ട്സ് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുക. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4th ഇയർ ആകുമ്പോൾ സെറ്റ് ആവും. നമുക്ക് ഒരു കുഴപ്പമില്ല. വീട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന കുറെ പേർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരിൽ കുറെ പേർക്ക് സപ്ലൈ ആണ്. ഇപ്പൊ എല്ലാരും പറഞ്ഞോണ്ട് നടക്കത്തില്ല എനിക്ക് സപ്ലൈ ഉണ്ടെന്ന്. അത് മാത്രമല്ല, പിന്നെ ഇവർക്ക് സ്കില്ല് കാണത്തില്ല. അത്യാവശ്യം നല്ല സ്കില്ല് വേണം നമുക്ക് ജോലി കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം ചിലപ്പോൾ ഒരാള് ഫുൾ 10 CGPA ആയിരിക്കും പാസ്സാവുന്നത്, അവർക്ക് ജോലി കാണത്തില്ല. കാരണം അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല. നമ്മൾ കുറെ തിയറി പഠിച്ചിട്ട് ഒരു കമ്പനി പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണ്ടേ. സോ അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. അക്കാഡമിക്സ് സപ്ലൈ ഇല്ലാതെ നിലനിർത്തിക്കൊണ്ട് പോവാം. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നേടാം. വി ഹാവ് ടു അക്വയർ ദ സ്കിൽ. ഏത് സ്കില്ലാണ്? വി ഹാവ് ടു ലേൺ ആൻഡ് അൺലേൺ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും ടെക്നോളജി മാറുമ്പോൾ നമുക്ക് മാറ്റി പഠിക്കേണ്ടി വരും. സോ അത് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ ആരും സ്പൂൺ ഫീഡ് ചെയ്യൂല. നമുക്ക് വേണ്ടത് നമ്മൾ പഠിക്കുക, നമ്മൾ എഴുതുക, നമ്മളെ ആരും ഫോഴ്സ് ചെയ്യൂല. ഇത് എന്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നത്.